നമ്മുടെ ലാലേട്ടന്റെ മോള് വിസ്മയ മോഹൻലാൽ അവർക്കൊരു ആഗ്രഹം ഒരു സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ അവരൊരു സിനിമയിൽ അഭിനയിക്കുന്നു. ലാലേട്ടനും ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ടെക്നീഷ്യൻസിന്റെ ഒരു ലിസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിനിമ തുടക്കം. ഇതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റിൽ അവർ എഴുതിയിരിക്കുന്നത് വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്നാണ്. നമ്മൾ തുടക്കം എന്ന് പറയുമെങ്കിലും വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന് പറഞ്ഞ് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയ്ക്കൊരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സൈഡുണ്ട്. ആ സൈഡ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പല സമയത്തും പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൈഡും കൂടിയാണ്. അതും കൂടി പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ ഈ സിനിമ കറങ്ങിത്തിരിഞ്ഞ് അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നാഷണൽ അവാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ സമയത്ത് ഈ വിസ്മയക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. എനിവേ, ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം വാസ് ഗുഡ്. ഞാൻ ദി ബെസ്റ്റ് എന്നോ ഭയങ്കര അടിപൊളിയെന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇറ്റ് വാസ് ഗുഡ്. അവർ ഇന്റർവ്യൂസിന് വന്നിരിക്കുമ്പോഴും അതുപോലെയുള്ള പരിപാടികളിലൊക്കെ ഒരു നെർവസ് ആയിട്ടുള്ള പോലെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരുപാട് ആൾക്കാർ അതിനെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. സിനിമയിൽ അവർ വളരെ കൺട്രോൾഡ് ആയിരുന്നു. അവരുടെ ക്യാരക്ടർ, അതിന്റെ ഇമോഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, എസ്പെഷ്യലി ഫൈറ്റിംഗ്. അവരൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിന്റെ എല്ലാ ഗുണവും ഫൈറ്റ് സീക്വൻസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫൈറ്റ് സീക്വൻസുകൾ ചിലപ്പോൾ ഈ ഒരുപാട് ഫൈറ്റൊക്കെ കാണുമ്പോഴേ ദേഹത്ത് മറ്റേ കമ്പിയൊക്കെ കുത്തിയിറക്കുന്ന പോലത്തെ ശബ്ദവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന, പ്രത്യേകിച്ച് അവസാനത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അത് നിങ്ങളെ അസ്വസ്ഥമാക്കുമെങ്കിൽ രണ്ടാമതൊന്നുകൂടി ആലോചിക്കാവുന്നതാണ്. പക്ഷേ ചുമ്മാ ഒരു ഫൈറ്റ് അല്ല ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യലി റെലവൻ്റ് ആസ്പെക്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, അങ്ങനത്തെ വയലൻസ് സീക്വൻസുകൾ കാണണോ വേണ്ടിയോ എന്നുള്ളത്. പിന്നെ വിസ്മയ മോഹൻലാലിന്റെ മാത്രമല്ല, ആശിഷ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ, അദ്ദേഹത്തിന്റെയും കൂടി ഒരു മുഴുനീള വേഷത്തിന്റെ തുടക്കമാണ് ഈ സിനിമ. അദ്ദേഹത്തിന് വലിയ ഡയലോഗൊന്നുമില്ല, ആകെ കുറച്ച് ഡയലോഗേ ഉള്ളൂ. മൊത്തത്തിലൊരു ഭീകരൻ ഇമേജ് പിടിച്ച് നിൽക്കുക, നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയും ചെയ്യേണ്ടത്. പുള്ളിയും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭീകരത നിലനിർത്തുക, ഒരു പ്രിഡേറ്റർ സ്വഭാവം. പ്രിഡേറ്റർ എന്നല്ല ഞാൻ പറയുന്നത്, ഭയങ്കര മൃഗതൃഷ്ണകളുള്ള ആൾ. അയാൾക്ക് വിശപ്പിന് ആഹാരം കഴിക്കണം, ലഹരി കിട്ടണം, പെണ്ണ് കിട്ടണം, എന്തും ചെയ്യും എന്ന് വെച്ചാൽ ഒരു ഇമോഷനും ഇല്ലാതെ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ആ ക്യാരക്ടറെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഈ സിനിമയിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ലോഡ് കണക്കിന് ആളുകളുണ്ട്. കുഞ്ഞു ഡയലോഗ് പറയുന്നത് പോലും നമ്മൾ പല സിനിമകളിലായി കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പം മൊത്തത്തിൽ പെർഫോമൻസ് വാസ് ഗുഡ്. സായി കുമാറിൻ്റെ ആണെങ്കിലും കോട്ടയം രമേശിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും, ജയക്കുറുപ്പിൻ്റെ ഒക്കെ ആണെങ്കിലും അവരൊക്കെയും ആ നാട്ടിലെ ആ ക്യാരക്ടേഴ്സായിട്ട് അങ്ങനെ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. വലിയൊരു പോസിറ്റീവ് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ജെയ്ക്സ് ബിജോയ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ വരുന്ന പോർഷൻ നമ്മൾ നോക്കാനാണെങ്കിൽ ആ സമയത്ത് മ്യൂസിക് ഇട്ട് അങ്ങേരിങ്ങനെ എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ ഡയലോഗ് ഡെലിവറിയും എക്സ്പ്രഷനും എല്ലാം കൊണ്ട് അതൊരു തീപ്പൊരി സീനായിരുന്നു. ആ സീൻ ഞാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഡൗൺ ആകുമ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാമെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ വീണ്ടും ലാലേട്ടനെ കൊണ്ടുവന്ന് ഓവറാക്കി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ട്. ഉള്ളതൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ഇത്രയും തവണ വേണ്ടായിരുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. മ്യൂസിക് ഗംഭീരമായിട്ട് അങ്ങനെ പോകുമ്പോഴും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ലോകേന്ന് എടുത്തതാണോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് മോശം പറയാനില്ല, പക്ഷെ ചെറിയൊരു സാമ്യമകന്നൊരു ഉദ്യാനമേ എന്നാണല്ലോ. പിന്നെ പറയാനുള്ളത് വിഷ്വൽസ് ആണ്. വിഷ്വൽസ് ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ സിനിമയാണ്, ചെറിയൊരു കഥയും ഒരു നാട്ടുമ്പുറമൊക്കെയാണ്. അപ്പോൾ ആ നാട്ടുമ്പുറം, ആളുകൾ, കാര്യങ്ങൾ എല്ലാം നന്നായി ക്യാപ്ചർ ചെയ്ത്, നന്നായി കളർ ചെയ്ത്, കൃത്യമായിട്ടുള്ള എഡിറ്റിംഗ്, ചില ട്രാൻസിഷൻസ് ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഓരോ ഷോട്ടും ഞാൻ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഷോട്ട് മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഭയങ്കര രസമായിട്ടാണല്ലോ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മൻ ചാക്കോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ സൈഡ് അടിപൊളിയാണ്. ഈ ഓഡിയോ വിഷ്വൽ സൈഡ് ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ച് ഈ സിനിമ കാണാൻ പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ഫൈറ്റ് സീക്വൻസുകൾ എങ്ങനെയാണെന്ന് അറിയാമെന്നുള്ളതായിരുന്നു. അത് ഗംഭീരമായിട്ടുണ്ട്. വിസ്മയുടെ മാത്രമല്ല, അത്രേ ഞാൻ പറയുള്ളൂ. ഫൈറ്റ് സീക്വൻസുകൾ ഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യുക, അത് കൊറിയോഗ്രാഫ് ചെയ്യുക, അതിന് ശേഷമുള്ള അതിൻ്റെ കട്ട്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഫൈറ്റ് സീക്വൻസുകളും എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതൊരു കുഞ്ഞു കഥയാണ്, ചെറിയൊരു കഥ. ഒരച്ഛനും മോളും, അവർക്കൊരു പട്ടിയുണ്ട്. അവരൊരു നാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഒരൊറ്റ ദിവസത്തെ പരിപാടിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് സിനിമാറ്റിക് പരിപാടിയുണ്ട്. ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വെച്ച് അവർ വളരെ എൻഗേജിംഗ് ആയി അവതരിപ്പിച്ചു. അവിടെയാണ് ഈ ടെക്നീഷ്യൻസിന്റെ ക്വാളിറ്റി, ജൂഡ് ആന്റണി ജോസഫ് അടക്കം ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആൾക്കാരുടെയും ക്വാളിറ്റി വരുന്ന അവിടെയാണ്. കാരണം റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വെച്ച് അതിനെ വളരെ എൻഗേജിംഗ് ആയി അവതരിപ്പിച്ച് അത്രയും സമയവും നമ്മളെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് സിനിമാറ്റിക് പരിപാടികളിലേക്കൊക്കെ വരുന്നുണ്ട്. അതും നല്ലതാണ്. ഞാൻ പറയുന്നത് കൺസിഡറിങ് ദ തീം സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നതിന്റെ ആവശ്യകത നമുക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നത്, അതിനകത്ത് കുറച്ച് സിനിമാറ്റിക് സാധനങ്ങളും കൂടി ചേർത്തിട്ട് രസമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സെക്കൻഡ് ഹാഫ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, ബേട്ടി മാർഷൽ ആർട്സ് പഠാവോ എന്ന് പറയുന്ന ഒരു തീമിൽ പോകുന്ന ഈ സിനിമയിൽ
അവർ ഈ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ആശയത്തിനെ അതിൻ്റെ ഭീകരതയെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും ഭീകരമായിട്ട് നമുക്ക് അയ്യോ അമ്മ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പല ആളുകൾക്കും ട്രിഗറിങ് ആവുന്ന രീതിയിൽ പല സീനുകളും വേണമെങ്കിൽ അവർക്ക് കാണിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും പോകാതെ അത് അതിൻ്റെതായിട്ടുള്ളൊരു മിതത്വത്തിൽ നിർത്തുക, കാഴ്ചകൾ കൊണ്ട് മിതത്വത്തിൽ നിൽക്കുക, പക്ഷെ ചിന്തകൾ കൊണ്ട് പറയേണ്ടടുത്തേക്ക് പോകുക എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി അവൾ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചാലും റിയാക്ട് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ നാട്ടുകാർ ഒരു ലെവലാണെന്ന് പറയുന്ന അങ്ങനത്തെ നാട്ടുകാരെ മൊത്തത്തിൽ, അതായത് ഒരു പെൺകുട്ടി ഈ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അവൾ നേരിടേണ്ടി വരുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതെന്നുള്ളത്. ഒരു നായകനാണെങ്കിൽ ഇത് ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ഒരു നായിക, ഐ മീൻ ഒരു പെൺകുട്ടി ആകുമ്പോഴേക്കും അവൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് ദി എൻറ്റയർ സിസ്റ്റത്തിനോടാണെന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഒട്ടും മോശമാക്കിയിട്ടില്ല. എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫും കുറച്ച് ത്രില്ലിംഗ് എലമെന്റ്സും ഫൈറ്റും പരിപാടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ സിനിമ എനിക്കൊരു വാച്ചബിൾ സിനിമയാണ്. ഒരു രസമുണ്ട്, ഒരു ഓളമുണ്ട്. എസ്പെഷ്യലി ലാലേട്ടനൊക്കെ വരുന്ന ആ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പടം മുതലായി, എന്തോ ഇഷ്ടമാണ് ആ മനുഷ്യനെ. പിന്നെ നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വയലൻസ് സാധനങ്ങളും ഇതിൻ്റെ ഒരു റിയൽ ഇഷ്യൂസിനെയാണല്ലോ ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഫൈറ്റിംഗ് സ്റ്റൈലിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം എല്ലാ ഫൈറ്റിലും കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനുള്ളൊരു സമയവും സ്പേസും ഒന്നും നമുക്ക് കിട്ടൂല സിനിമയിൽ. പക്ഷെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവരുടെ സിനിമാറ്റിക് ലിബർട്ടിയാണ്. പക്ഷേ ഈ റിയൽ അടി അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് അഭിനേത്രിമാർ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലോകയിൽ കല്യാണി ആണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ജനനായകനിൽ മമിതയുടെ ഫൈറ്റ് ആണെങ്കിൽ പോലും ആ ഫൈറ്റും പരിപാടി നമ്മളൊരു കുറച്ചും കൂടി ഒരു റിയൽ സാധനത്തിലേക്ക് നിൽക്കുകയും എന്നാൽ ആ ഒരു പഞ്ച് ഫീൽ കിട്ടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ആക്ഷനും പരിപാടിയൊക്കെ കാണിച്ചിട്ട് അങ്ങനത്തെ ഒരു സമയം ആൻഡ് ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറേ കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. ഫൈറ്റ് നന്നായി ചെയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ളതിലാണ് നമ്മൾ ആ പഞ്ചിങ് ഫീല് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ പരിപാടി. പക്ഷേ നിങ്ങളൊരു മോഹൻലാൽ ഫാനാണ്, ലാലേട്ടൻ്റെ മോളുടെ ഒരു തുടക്കമാണ്, ലാലേട്ടനെ നിങ്ങൾ സ്ക്രീനിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെയൊക്കെ നല്ല രസമായിട്ട് ഡയലോഗൊക്കെ പറയുന്ന നല്ല ലുക്കിൽ ആ മനുഷ്യനെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഈ സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗംഭീര സിനിമയായിട്ട്, ഞാൻ ഈ പറഞ്ഞതിലും എത്രയോ ഗംഭീര സിനിമയായിട്ട് ഫീൽ ചെയ്തേക്കാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ അത്ര ഒന്നും ഇല്ല എന്നും തോന്നിയേക്കാം. അത് ഡിപ്പെൻസ്, ഓരോരുത്തർക്കും സിനിമ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടി തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.